നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ അതിതീവ്ര മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. ദേശീയപാതയിലെ നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് ഗതാഗത ക്രമീകരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ചാലക്കുടി DYSP ഓഫീസിൽ അവലോകന യോഗം ചേർന്നു. ഇഞ്ചക്കുണ്ട് ഗ്രാമത്തിന്റെ കുടിയേറ്റ വജ്രജൂബിലി ആഘോഷങ്ങൾ ജൂൺ 1 സമാപിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള കർഷക സംഘം കടമ്പോട് യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. ഇഞ്ചക്കുണ്ടിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ കേസിൽ മകന് ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴ അടയ്ക്കാനും അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചു. CPM നേതാക്കൾക്കെതിരെ ED കള്ള കുറ്റപത്രം നൽകിയെന്നാരോപിച്ച് CPM നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ അതിതീവ്ര മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. വ്യാഴാഴ്ച 4 ജില്ലകളിൽ റെഡ് അലർട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വെള്ളിയാഴ്ച 6 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ശനിയാഴ്ച ഒരു ജില്ലയിലും റെഡ് അലർട്ടില്ല. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 11 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കേരളത്തിൽ മൺസൂൺ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചതിന് പിന്നാലെ കേരളത്തിൽ കാലവർഷം ശക്തമാവുകയാണ്. 8 ദിവസം നേരത്തെയാണ് കേരളത്തിൽ കാലവർഷം എത്തിയത്. 16 വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ മൺസൂൺ നേരത്തെ എത്തുന്നത്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077, 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. വൈദ്യുതി ലൈനുകളുടെ അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ 1912 എന്ന നമ്പറിൽ KSEBയെ വിവരം അറിയിക്കാം. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഗതാഗത ക്രമീകരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ചാലക്കുടി DYSP ഓഫീസിൽ അവലോകന യോഗം ചേർന്നു. ആമ്പല്ലൂരിൽ വാഹനങ്ങളുടെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി ഫ്ളാഗ് മാനെ നിർത്തുന്നതിനും ആമ്പല്ലൂർ, പേരാമ്പ്ര, മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര എന്നീ സ്ഥലങ്ങളിൽ പൊതുജനങ്ങൾക്ക് അപകടരഹിതമായി റോഡ് ക്രോസ് ചെയ്യുന്നതിന് പെഡസ്ട്രിയൻ ക്രോസിംഗ് പാത്ത് ചെയ്യുന്നതിനും യോഗം തീരുമാനിച്ചു. ആമ്പല്ലൂർ, പേരാമ്പ്ര, മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര എന്നീ സ്ഥലങ്ങളിലെ സർവീസ് റോഡുകളിൽ രൂപപ്പെട്ടിട്ടുള്ള മഴക്കുഴികൾ നികത്തണമെന്നും നിർദ്ദേശമുണ്ടായിട്ടുണ്ട്. കൂടാതെ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാരവാഹനങ്ങൾക്കും ചെറുവാഹനങ്ങൾക്കും പ്രത്യേക ഗതാഗത ക്രമീകരണം ഒരുക്കുവാൻ തീരുമാനമായി. ചാലക്കുടി DYSP PC ബിജുകുമാർ, NHAI അതോറിറ്റി, റോഡ് നിർമ്മാണ കമ്പനി, MVD, കൊരട്ടി, കൊടകര, പുതുക്കാട് പോലീസ് സ്റ്റേഷനുകളിലെ SHOമാർ, നിർമ്മല കോളേജ് പ്രിൻസിപ്പാൾ CV ബിജു എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഇഞ്ചക്കുണ്ട് ഗ്രാമത്തിന്റെ കുടിയേറ്റ വജ്രജൂബിലി ആഘോഷങ്ങൾ ജൂൺ 1 സമാപിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകുന്നേരം 4 ഇഞ്ചക്കുണ്ട് ലൂർദ് മാതാ സ്കൂൾ അങ്കണത്തിൽ ചേരുന്ന സമാപന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ആദ്യകാല കുടിയേറ്റക്കാരോടൊപ്പം പാല, രാമപുരം പ്രദേശങ്ങളിൽ നിന്ന് ഇഞ്ചക്കുണ്ടിലെത്തിയവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ ചടങ്ങിൽ മന്ത്രി R ബിന്ദു ആദരിക്കും. TJ സനീഷ് കുമാർ ജോസഫ് MLA സോവനീർ പ്രകാശനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യ പ്രഭാഷണം നടത്തും. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, ഇഞ്ചക്കുണ്ട് ലൂർദ് മാത ഇടവക വികാരിയും സംഘാടക സമിതി രക്ഷാധികാരിയുമായ ഫാദർ സെബിൻ ഏടാട്ടുകാരൻ, വരന്തരപ്പള്ളി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസ്ലി തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ ബേനസീർ മൊയ്തീൻ, NP അഭിലാഷ്, ഗീത ജയൻ, സംഘാടക സമിതി ചെയർമാൻ ബേബി മാത്യു കാവുങ്കൽ, ജനറൽ കൺവീനർ റോയ് കരേക്കാട്ട് എന്നിവർ പ്രസംഗിക്കും. തുടർന്ന് ഫാദർ ബാബു ചേലപ്പാടൻ രചനയും ജോണി മലയാറ്റൂർ സംവിധാനവും നിർവഹിച്ച ഇഞ്ചക്കുണ്ട് കലാവേദിയുടെ തച്ചിൽ മാത്യു തരകൻ എന്ന നൃത്ത സംഗീത നാടകം അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ബേബി മാത്യു കാവുങ്കൽ, ജനറൽ കൺവീനർ റോയ് കാരേക്കാട്ട്,
കുര്യൻ മഞ്ഞാടിക്കൽ, സതീശൻ ഇടമറ്റത്തിൽ എന്നിവർ പങ്കെടുത്തു. കേരള കർഷക സംഘം കടമ്പോട് യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം കാർത്തിക ജയൻ ഉദ്ഘാടനം ചെയ്തു. ടി ഡി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. പി എസ് അംബുജാക്ഷൻ, പി എസ് സുരേന്ദ്രൻ, ടി ഡി സഹജൻ, പി യു സുരിയക്ക്, ടി കെ അസൈൻ, ശോഭ വാസു എന്നിവർ പ്രസംഗിച്ചു. മുതിർന്ന കർഷകൻ വേലായുധൻ കാര്യങ്ങാട്ടിലിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രമേയം കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും അവയെ കൊല്ലാൻ കർഷകനെ അനുവദിക്കണമെന്നും കൊന്ന പന്നിയെ നിശ്ചിത വിലയ്ക്ക് വിൽക്കാൻ വനം വകുപ്പിനെ ചുമതലപ്പെടുത്തണമെന്നും അത് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റിയല്ലോ. ആ രീതിയിൽ എല്ലാ കൊല്ലവും അങ്ങനെയാണ് ഓടാനിച്ചത്. അതുപോലെയാണ് കേരളത്തിലെ മൊത്തം സർക്കാരിന്റെ സ്കൂളുകൾ. CPM നേതാക്കൾക്കെതിരെ ED കള്ള കുറ്റപത്രം നൽകിയെന്നാരോപിച്ച് CPMന്റെ നേതൃത്വത്തിൽ കൊടകരയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. CM ബബീഷ്, അൻവർ സാദിഖ്, അമ്പിളി സോമൻ എന്നിവർ പ്രസംഗിച്ചു. ED ഉപയോഗിച്ച് CPM നേതാക്കളെ BJP വേട്ടയാടുന്നുവെന്നാരോപിച്ച് CPM നെന്മണിക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാഴായിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം KA സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം MR സഹദേവൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി KA അനിൽകുമാർ പ്രസംഗിച്ചു. EDയെ ഉപയോഗിച്ച് CPM നേതാക്കളെ BJP വേട്ടയാടുന്നുവെന്നാരോപിച്ച് CPM പുതുക്കാട് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. അൽജോ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. സരിത രാജേഷ്, MA ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. ഇഞ്ചക്കുണ്ടിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ കേസിൽ മകന് ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴ അടയ്ക്കാനും അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചു. കുണ്ടിൽ വീട്ടിൽ 41 വയസ്സുള്ള അനീഷിനെയാണ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി N വിനോദ് കുമാർ ശിക്ഷിച്ചത്. 2022 ഏപ്രിലിലാണ് മാതാപിതാക്കളായ സുബ്രൻ, ചന്ദ്രിക എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയത്. സുബ്രന്റെ പേരിലുള്ള 17 സെന്റ് ഭൂമിയിൽ നിന്ന് 6 സെന്റ് സ്ഥലം തനിക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് സ്ഥിരമായി വഴക്കിടാറുള്ള അനീഷ് അന്ന് വീട്ടിൽ വഴക്കിടുകയും തുടർന്ന് അമ്മ ചന്ദ്രികയെ മൺവെട്ടി കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു. ഇത് തടഞ്ഞ സുബ്രനെയും ആക്രമിച്ചു. തുടർന്ന് വീടിനുള്ളിൽ നിന്ന് വെട്ടുകത്തിയെടുത്ത് ഇരുവരെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. വെള്ളിക്കുളങ്ങര സ്റ്റേഷനിലെ അന്നത്തെ SHO ആയിരുന്ന KP മിഥുൻ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് പ്രതിയെ ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ജോജി ജോർജ്, PA ജെയിംസ്, ഇബിൻ ഗോപുരൻ, അൽജോ P ആന്റണി, PS സൗമ്യ എന്നിവർ ഹാജരായി. ലേസൺ ഓഫീസർ KV വിനീഷ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. പന്തലൂർ സർവേശ്വരമംഗലം ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ദ്രവ്യകലശാഭിഷേകം, വലിയ പാണി, ബ്രഹ്മകലശാഭിഷേകം, അവസൂത്ര പ്രോക്ഷണം, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി എന്നീ ചടങ്ങുകൾ നടന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ 49ാം നമ്പർ ജ്വാല അങ്കണവാടിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം മേരി തോമസ് പ്രസംഗിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 27.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അങ്കണവാടിയുടെ നിർമ്മാണം. എനിക്ക് MLA നൽകിയിട്ടൊരു നയമുണ്ട്. സർക്കാരിന്റെ നയമാണ്. കേരളത്തിലെ ശ്രീ പിണറായി വിജയൻ സർക്കാരിന്റെ നയമാണ്. അംഗൻവാടി കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം തരുന്ന ഏത് വാർഡാണെങ്കിലും, അത് ഏത് വാർഡ് മെമ്പറാണെന്നും പ്രശ്നമല്ല, ഏത് കക്ഷിയാണെന്നും പ്രശ്നമല്ല, അവർക്കെല്ലാം അപ്പോൾ കാശ് കൊടുക്കും. ഇനി കാര്യങ്ങളുണ്ടെങ്കിൽ ഇനിയും കാശ് കൊടുക്കും. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജ് കുറയും. ഇതോടെ പ്രതിമാസം ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് 3 പൈസയും 2 മാസത്തിലൊരിക്കൽ ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് 1 പൈസയും ഇന്ധന സർചാർജ് ഇനത്തിൽ കുറവ് ലഭിക്കുമെന്ന് KSEB അറിയിച്ചു. പ്രതിമാസ ദ്വൈമാസ ബില്ലുകളിൽ ഇപ്പോൾ ഓരോ യൂണിറ്റിനും 8 പൈസ നിരക്കിലാണ് ഇന്ധന സർചാർജ് ഈടാക്കി വരുന്നത്. ഇത് യഥാക്രമം 5 പൈസയായും 7 പൈസയായും കുറച്ചുകൊണ്ട് KSEB ഉത്തരവായിട്ടുണ്ട്. ഈ വർഷം തന്നെ ഏപ്രിൽ മാസത്തിലും ദ്വൈമാസ ബില്ലുകളിലെ
ഇന്ധന സർചാർജിൽ കുറവ് വരുത്തിയിരുന്നു. അതേസമയം 1000 വാട്ട്സ് കണക്റ്റഡ് ലോഡും പ്രതിമാസം 40 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗം ഉള്ളതുമായ ഗാർഹിക ഉപഭോക്താക്കളെയും ഗ്രീൻ താരിഫിലുള്ളവരെയും ഇന്ധന സർചാർജിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ടെന്നും KSEB പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. 50ാമത് തവണ രക്തദാനം നിർവഹിച്ച് ജെറോം ജോൺ രക്തദാനത്തിൽ മാതൃകയാകുന്നു. രക്തദാന രംഗത്ത് വർഷങ്ങളായി സേവനം ചെയ്യുന്ന തൈക്കാട്ടുശ്ശേരി സ്വദേശി ജെറോം ജോണാണ് IMA ബ്ലഡ് ബാങ്കിൽ 50ാമത് തവണ രക്തം നൽകിയത്. ഒല്ലൂർ ടൗൺ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ IMAയിൽ സംഘടിപ്പിച്ച ക്യാമ്പിലാണ് രക്തം നൽകിയത്. അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയതിന്റെ ഓർമ്മയ്ക്കായി മധുരം നൽകിയും ബൊക്കെ നൽകിയും ആദരിച്ചു. 25ാമത് രക്തദാനം 15 വർഷം മുൻപ് വിവാഹദിനത്തിലായിരുന്നു. താലികെട്ട് ചടങ്ങിന് ശേഷം വിവാഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ രക്തം നൽകി. വിവാഹദിനത്തിൽ വധു ഡെൽസിയും രക്തം നൽകിയിരുന്നു. IMAയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ബാബു പാറയ്ക്കൽ, ടൈനി ഫ്രാൻസിസ്, ബൈജു പെരിഞ്ചേരി, മാജിറ്റ് ജോണി, ആന്റണി ആൻഡ്രൂസ്, മാർട്ടിൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ജെറോം ജോണിൻ്റെ 50ാമത്തെ ബ്ലഡ് ഡൊണേഷൻ ഒരു അർദ്ധ സെഞ്ചുറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് വർഷങ്ങളായി ബ്ലഡ് ഡൊണേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ജെറോം. KPMS ആളൂർ പഞ്ഞപ്പള്ളി ശാഖയുടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. KPMSന്റെയും പഞ്ചമി സ്വയം സഹായ സംഘത്തിന്റെയും സംസ്ഥാന കമ്മിറ്റി അംഗം ശാന്ത ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് സുന്ദരൻ പഞ്ചപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. KPMS സംസ്ഥാന പ്രസിഡന്റ് PA അജയ് ഘോഷ്, യൂണിയൻ പ്രസിഡന്റ് VK ബാബു, സെക്രട്ടറി VK സുമേഷ്, തങ്കമണി പരമു, അമ്മിണി ചന്ദ്രൻ, പഞ്ചമി സംസ്ഥാന കമ്മിറ്റി അംഗം സന്ധ്യ മനോജ് എന്നിവർ പ്രസംഗിച്ചു. പഞ്ചമിയുടെ ആദ്യ സംരംഭമായ സോപ്പിന്റെ വിതരണ ഉദ്ഘാടനം KPMS സംസ്ഥാന പ്രസിഡന്റ് PA അജയ് ഘോഷ് നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് സുന്ദരൻ പുഞ്ചപ്പറമ്പിൽ ഏറ്റുവാങ്ങി. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പഞ്ചമി സംസ്ഥാന കമ്മിറ്റി അംഗം സന്ധ്യ മനോജ് അനുമോദിച്ചു. കേരള ഫീഡ്സിൽ നിന്നും വിരമിച്ച ശാഖാ കമ്മിറ്റി അംഗം PK കൃഷ്ണൻ, ശാഖാ അംഗം KSEB സബ് എഞ്ചിനീയർ PV സുരേന്ദ്രൻ എന്നിവരെ ആദരിച്ചു. ഭക്ഷണത്തിൽ രുചി നൽകാനായി നാം പാചകത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് പുളി. ഇവയ്ക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. ആന്റി ഓക്സിഡന്റുകളായും മഗ്നീഷ്യത്താലും സമ്പുഷ്ടമാണ് പുളി. റിപ്പോർട്ട് കാണാം. പുളിയിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പ് തീരെ ഇല്ലതാനും. ഫ്ലാവനോയിഡുകളും പോളിഫെനോളുകളും അടങ്ങിയിരിക്കുന്നതിനാൽ പുളി ദിവസവും കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഫൈബർ ധാരാളം അടങ്ങിയ പുളി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ദഹനക്കേട് മെച്ചപ്പെടുത്താൻ സഹായിക്കും. ദഹനവ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് ഇവയിലെ നാരുകളാണ് സഹായിക്കുന്നത്. കൊളസ്ട്രോളിനെ കുറയ്ക്കാനും രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. ഇതിനായി പുളിവെള്ളം പതിവായി കുടിക്കാം. പുളിവെള്ളം കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്വാഭാവികമായി നിയന്ത്രിക്കാനും സഹായിക്കും. പുളിയിൽ വിറ്റാമിൻ C ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പുളിയിൽ കാണപ്പെടുന്ന പോളിഫെനോളിക് സംയുക്തങ്ങൾ അൾസറിനെ തടയാനും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും പുളി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. മഗ്നീഷ്യം അടങ്ങിയ പുളി ഉറക്കക്കുറവിനും സഹായിക്കും. ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളടങ്ങിയ പുളി ചർമ്മത്തെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് ജൂനിയർ അധ്യാപക ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം മെയ് 30 രാവിലെ 10:30 ഹാജരാകണം. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ സെക്യൂരിറ്റി സ്റ്റാഫിന്റെ ഒഴിവിലേക്ക് വിമുക്ത ഭടന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 50 വയസ്സ്. താൽപ്പര്യമുള്ളവർ അപേക്ഷ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം അപേക്ഷിക്കണം. വിമുക്ത ഭടന്മാരുടെ അഭാവത്തിൽ മറ്റുള്ളവരെയും പരിഗണിക്കും. സൂപ്രണ്ട്, താലൂക്ക് ആശുപത്രി പുതുക്കാട്, റെയിൽവേ സ്റ്റേഷൻ റോഡ് പുതുക്കാട് എന്ന വിലാസത്തിൽ തപാലിലോ chcpudukkad@gmail.com എന്ന ഇമെയിൽ മുഖേനയോ ജൂൺ 6 വൈകിട്ട് 5 മണിക്ക് മുൻപായി അപേക്ഷിക്കാം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048027512232. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST, സംസ്കൃതം, UPST, FTM ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട്.
യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം വ്യാഴാഴ്ച രാവിലെ 10:30 സ്കൂളിൽ എത്തിച്ചേരണം. തൃക്കൂർ സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST സോഷ്യോളജി ജൂനിയർ, HSST ഹിന്ദി ജൂനിയർ ഒഴിവുകളിലേക്ക് വെള്ളിയാഴ്ച രാവിലെ 11:30 ഇന്റർവ്യൂ നടക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹയർ സെക്കൻഡറി വിഭാഗം ഓഫീസിൽ എത്തിച്ചേരണം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,935 രൂപ, പവന് 71,480 രൂപ. പുതുക്കാട് ചാക്കോച്ചിറ പുളിക്കൽ വിലാസിനി അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുരേന്ദ്രനാണ് ഭർത്താവ്. ധനുഷ, ധനേഷ് എന്നിവർ മക്കളും അനു, അജയകുമാർ എന്നിവർ മരുമക്കളുമാണ്. ചെമ്പുച്ചിറ കുംഭംകുളങ്ങര കക്കളം വീട്ടിൽ ഗംഗാധരൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാനുമതിയാണ് ഭാര്യ. പ്രദീപ്, പ്രീതി, പ്രിയ എന്നിവർ മക്കളും. അനു, സുനിൽ, ഷിബു എന്നിവർ മരുമക്കളുമാണ്. നന്ദിക്കര ചിറയത്ത് മംഗലം കുഞ്ഞിപ്പാലുമകൻ ബേബി അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലിസിയാണ് ഭാര്യ. റോസ്മോൾ, മിഥുൻ എന്നിവർ മക്കളും. വികാസ്, ഡോണ എന്നിവർ മരുമക്കളുമാണ്. വട്ടണാത്ര അമ്പാട്ട് ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തുളസിയാണ് ഭാര്യ. സുനേഷ്, ശ്രീയേഷ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ അതിതീവ്ര മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. ദേശീയപാതയിലെ നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് ഗതാഗത ക്രമീകരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിൽ അവലോകന യോഗം ചേർന്നു. ഇഞ്ചക്കുണ്ട് ഗ്രാമത്തിന്റെ കുടിയേറ്റ വജ്രജൂബിലി ആഘോഷങ്ങൾ ജൂൺ 1 സമാപിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള കർഷക സംഘം കടമ്പോട് യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. ഇഞ്ചക്കുണ്ടിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ കേസിൽ മകന് ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴ അടയ്ക്കാനും അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചു. CPM നേതാക്കൾക്കെതിരെ ED കള്ള കുറ്റപത്രം നൽകിയെന്നാരോപിച്ച് CPM നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.